ഇന്ത്യൻ മൂവി പ്ലാന്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദുൽഖർ സൽമാന്റെ ഈ വർഷത്തെ സിനിമകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. CAA അമൽ നീരദ് സംവിധാനം നിർവഹിക്കുന്ന ക്യാമ്പസ് രാഷ്ട്രീയം പശ്ചാത്തലമാക്കിയ ഒരു പ്രണയ ചിത്രമാണ് CAA. കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ അജി മാത്യു എന്ന യുവാവിന്റെ ജീവിതത്തെക്കുറിച്ചാണ് ഈ സിനിമ. ദുൽഖർ സൽമാനാണ് അജി മാത്യു എന്ന കഥാപാത്രമായി എത്തുന്നത്. പുതുമുഖം കാർത്തിക മുരളീധരനാണ് നായിക. ആദ്യമായാണ് ദുൽഖർ അമൽ കൂട്ടുകെട്ട് ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നത്. പ്രേക്ഷകരെല്ലാം വളരെ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തെ ഉറ്റുനോക്കുന്നത്. പറവ നടൻ സൗബിൻ ഷാഹിർ ആദ്യമായി സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണ് പറവ. ഷെയ്ൻ നിഗവും സൃന്ദയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ ഇവരെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് ദുൽഖർ സൽമാൻ ഈ ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിലെത്തുന്നു. സോളോ ബോളിവുഡ് സിനിമ സംവിധായകനായ ബിജോയ് നമ്പ്യാർ സംവിധാനവും രചനയും നിർവഹിക്കുന്ന ചിത്രമാണ് സോളോ. യുവനടൻ ദുൽഖർ സൽമാനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മലയാള സിനിമയിൽ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു വ്യത്യസ്ത പ്രമേയമാണ് സോളോയിലൂടെ ബിജോയ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. പ്രമുഖ സൗത്ത് ഇന്ത്യൻ നടിമാരായ ശ്രുതി ഹസൻ, ധൻസിക, ആരതി വെങ്കടേഷ്, നേഹ തമങ്കർ, ആന അഗസ്റ്റിൻ എന്നിവരാണ് നായികമാരായി എത്തുന്നത്. ഒരേ സമയം തമിഴിലും മലയാളത്തിലും പുറത്തിറങ്ങുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് സോളോ. ഒരു ഭയങ്കര കാമുകൻ ലാൽ ജോസ് സംവിധാനം ചെയ്യുന്ന പ്രണയ ചിത്രമാണ് ഒരു ഭയങ്കര കാമുകൻ. യുവനടൻ ദുൽഖർ സൽമാനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. വിക്രമാദിത്യന് ശേഷം ദുൽഖർ ലാൽ ജോസ് കൂട്ടുകെട്ട് ഒന്നിക്കുന്ന ചിത്രമാണിത്. പ്രേക്ഷകരെല്ലാം വളരെ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തെ ഉറ്റുനോക്കുന്നത്. ചാർലിയുടെ തിരക്കഥ രചിച്ച R. ഉണ്ണിയാണ് ഈ ചിത്രത്തിനും തൂലിക ചലിപ്പിക്കുന്നത്. മഹാനടി നാഗ അശ്വിൻ സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണ് മഹാനടി. ദുൽഖറിന്റെ ടോളിവുഡ് പ്രവേശനമാണ് ഈ സിനിമയിലൂടെ സാധ്യമാകുന്നത്. തെലുങ്കിലെ നിത്യഹരിത നായികയായിരുന്ന സാവിത്രിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ. അവരുടെ ഭർത്താവായിരുന്ന തമിഴ് നടൻ ജമിനി ഗണേശനായിട്ടാണ് ദുൽഖർ സൽമാൻ ഈ ചിത്രത്തിന്റെ ഭാഗമാവുന്നത്. തെന്നിന്ത്യൻ നായിക കീർത്തി സുരേഷാണ് സാവിത്രിയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കൂടാതെ സമന്ത ഒരു ജേർണലിസ്റ്റിന്റെ വേഷത്തിൽ ഈ സിനിമയിൽ എത്തുന്നുണ്ട്. 2 തമിഴ് ചിത്രങ്ങൾക്ക് പുറമെ വൈശാഖിന്റെയും സലാം ബുക്കാരിയുടെയും സിനിമയ്ക്കായി കരാർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമാ വാർത്താ വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.